എറണാകുളം തൃക്കാക്കരയിൽ അശാസ്ത്രീയമായ മണ്ണ് മാലിന്യ നിക്ഷേപങ്ങൾ ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നു. തൃക്കാക്കര കോപ്പറേറ്റീവ് ആശുപത്രിയിലെ രോഗികളും ജീവനക്കാരുമാണ് സമീപത്തെ മാലിന്യ ശേഖരം കാരണം ദുരിതത്തിലായിരിക്കുന്നത്. തൃക്കാക്കര സഹകരണ ആശുപത്രിയോട് ചേർന്നുള്ള സർക്കാർ ഭൂമിയിലാണ് രോഗികൾക്ക് ഭീഷണിയായി മാലിന്യ കൂമ്പാരവും മലിനജല സംഭരണിയും രൂപപ്പെട്ടിട്ടുള്ളത്. കൊച്ചി മെട്രോ നിർമ്മാണ കമ്പനി അശാസ്ത്രീയമായ മണ്ണ് കൂട്ടിയിട്ടതിന് പിന്നാലെ തൃക്കാക്കര നഗരസഭ കൊണ്ടുവന്നിട്ട മാലിന്യങ്ങൾ കൂടിയായതോടെ പ്രതിസന്ധി രൂക്ഷമായി. മുനിസിപ്പാലിറ്റിക്ക് സമീപത്തെ റോഡിൽ നിന്നുൾപ്പെടെ മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. നിരന്തരമായ ദുർഗന്ധം മാത്രമല്ല, മഴ ശക്തിയാകുമ്പോൾ ആശുപത്രിയിലേക്ക് വെള്ളം കയറുന്നതും പതിവായിട്ടുണ്ടെന്ന് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ഉദയൻ പൈനാക്കി പറഞ്ഞു. ഞങ്ങളുടെ CT സ്കാൻ, മോർച്ചറി, ഡിജിറ്റൽ സ്കാൻ അങ്ങോട്ടൊക്കെ വെള്ളം വരുന്ന രീതിയിലായി. അത് എനിക്ക് പറയാനുള്ള ഇത്രയല്ല, ഇത് ആശുപത്രിയല്ലേ, രോഗം നമ്മൾ സംഭാവന ചെയ്യുന്ന കേന്ദ്രമൊന്നും അല്ലല്ലോ. നിരന്തരമായ പരാതി ജില്ലാ കളക്ടർ കൊടുത്ത്, EDM കൊടുത്ത്, LSDD വകുപ്പിന് എല്ലാം കൊടുത്ത്, അതുകൂടാതെ KMRL ഇപ്പുറത്ത് ഇവിടെ MD ഉണ്ട്, നിരന്തരം മെയിലയച്ചു. എന്നോട് ദിവസം പറയാറുണ്ട്, നോ റെസ്പോൺസ്. KMRLന്റെയും തൃക്കാക്കര നഗരസഭയുടെയും അനാസ്ഥയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഡയറക്ടർ ബോർഡ് അംഗം സന്തോഷ് മേലക്കളത്തിൽ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രത്യാഘാതമാണ് ഈ കാണുന്നത്. കാരണം അവിടെ കൊണ്ട് തള്ളുന്ന വേസ്റ്റുകൾ ഓട്ടോമാറ്റിക്കലി ആശുപത്രിയുടെ പരിസരത്തേക്ക് വരും. അതിന് പുറമെ KMRL ഈ മണ്ണിടുന്നത് പ്ലാൻ ചെയ്ത് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഒരു കുളം പോലെ രൂപപ്പെട്ടു. അതിലേക്ക് ഈ വേസ്റ്റ് വന്ന് പെട്ടു. ഇപ്പോൾ അവർക്ക് അത് വെള്ളം പുറത്തേക്ക് തള്ളാനൊട്ട് പറ്റുന്നില്ല. കാരണം അവർ പുറത്തേക്ക് തള്ളാൻ നോക്കുമ്പോൾ അപ്പുറത്തുള്ള ഫ്ലാറ്റുകാർ പ്രശ്നമുണ്ടാക്കി. ആശുപത്രി അധികൃതരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് കൊച്ചി മെട്രോ ചർച്ചയ്ക്ക് തയ്യാറാവുകയും KMRL MD ലോകനാഥ് ബെഹ്റ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. അതേസമയം UDF ഭരിക്കുന്ന നഗരസഭയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഏക്കർ കണക്കിന് സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും നഗരസഭ സ്വീകരിക്കുന്നുമില്ല. കൈരളി ന്യൂസ്, കൊച്ചി.